ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്ക് കുരുക്കായി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും കണ്ഠര രാജീവർ എന്നാണ് പത്മകുമാറിന്റെ മൊഴി. പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാരാണ് അനുമതി നൽകിയത്. പോറ്റി ശക്തനായത് തന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബലത്തിലാണെന്നും അന്വേഷണ സംഘത്തിന് പത്മകുമാർ മൊഴി നൽകി. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരിമോഹൻ, കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴിയെടുത്തിരുന്നു SIT. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴിയിൽ തന്ത്രിമാർക്കെതിരെയാണോ ഇപ്പോൾ ദൈവതുല്യരായ ചിലർക്കുള്ള പങ്കും അന്വേഷിക്കേണ്ടേ എന്ന് മുൻപ് പറഞ്ഞത് ഈ തന്ത്രിമാരിലേക്ക് നീളുന്നു എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്? ഹരി, സ്മൃതി, തീർച്ചയായിട്ടും തന്ത്രിമാർ കഴിഞ്ഞ ദിവസം SITക്ക് നൽകിയിട്ടുള്ള മൊഴിയെ പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്തുകൊണ്ട് പത്മകുമാർ സംസാരിക്കുകയാണ്. പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്ത്രി കണ്ഠര രാജീവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതായത് കീഴ്ശാന്തി എന്നുള്ള നിലയിലുള്ള പരിചയമോ സ്പോൺസർ എന്നുള്ള നിലയിലുള്ള പരിചയമോ അല്ല, അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് പത്മകുമാറിൻ്റേത്. ശബരിമലയിലേക്ക് തന്ത്രി തന്നെ പോറ്റിയെ കൊണ്ടുവരുന്നു. തുടർന്ന് അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും പോറ്റിക്ക് കൂടി സ്വാധീനം ഉണ്ടാക്കുന്നു, അധികാരമുണ്ടാക്കുന്നു. അങ്ങനെ ആ അധികാരത്തിന്റെ പുറത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വിഹരിച്ച് നടന്നത് എന്നുള്ളതാണ് തന്ത്രിയുടെ മൊഴിയെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പത്മകുമാർ നൽകിയിരിക്കുന്നത്. പത്മകുമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2019 ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം ചെയ്യുന്നതിന് തന്ത്രി അനുമതി നൽകിയിരുന്നു. അതിൽ തർക്കമില്ല. പക്ഷേ ആ അനുമതി എന്ന് പറയുന്നത് ഈ സന്നിധാനത്ത് നിന്ന് അത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയാണ് എന്നുള്ളതാണ്. നേരത്തെ തന്ത്രി പറഞ്ഞത് അത് സന്നിധാനത്ത് വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി മാത്രമേ താൻ നൽകിയിട്ടുള്ളൂ, പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പത്മകുമാർ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. തന്ത്രി പൂർണ്ണമായിട്ടും അനുമതി നൽകിയിരുന്നു ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അത് ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സന്നിധാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും തന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ പൂജാ ബുക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രി തീരുമാനമെടുക്കും, ഉദ്യോഗസ്ഥർ അതനുസരിച്ച് പ്രവർത്തിക്കും. ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് അതിനകത്ത് കൃത്യമായ റോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി പത്മകുമാർ പറയുന്നുണ്ട്. അതായത് തന്ത്രിയുടെ നിയന്ത്രണത്തിലായിരുന്നു സന്നിധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴിയായിട്ട് കണക്കാക്കേണ്ടത്. അതിൽ ഈ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂർണ്ണമായിട്ടും അവിടെ അധികാരം കൊടുത്തുകൊണ്ടുള്ള തന്ത്രിയുടെ പ്രവർത്തികളുമാണ്. അപ്പോൾ പത്മകുമാറിന്റെ മൊഴി SIT മുഖവിലക്കെടുക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ കൂടി SIT തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മുൻ ഭരണസമിതിയുമായിട്ടുള്ള പോറ്റിയുടെ ബന്ധം കൂടി അന്വേഷിക്കുന്നുമുണ്ട്. ശരി, തനിക്ക് പങ്കില്ല എന്ന കാര്യം വിശദീകരിക്കാൻ കൂടിയാണ് ഇപ്പോൾ പത്മകുമാർ ഇതിൽ തന്ത്രിക്ക് നേരെ കുരുക്കെറിയുന്നത് എന്നുള്ളതാണ്. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ആലോചന എന്ന രൂപത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത്.